എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മോക്ഷം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. 1 കൊരിന്ത്യർ 3-6 ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. കൊരിന്തിലെ സഭയിൽ ശക്തമായ ഗ്രൂപ്പ് പോരുകൾ വളർന്നു വന്നു. ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ ആളുകൾ നേതാക്കളുടെ പേരിൽ ചേരിതിരിഞ്ഞ് ഓരോ ഗ്രൂപ്പിൻ്റെയും മഹത്വവും ശ്രേഷ്ഠതയും എടുത്തു പറഞ്ഞ് അതിൽ ഊറ്റം കൊള്ളുവാൻ തുടങ്ങി. ഇന്നും നമ്മുടെ ഇടവകളിലും രാഷ്ട്രീയത്തിലുമൊക്കെ ഗ്രൂപ്പ് ചേരിത്തിരിവുകളും പോരുകളും നമുക്ക് സുപരിചിതമാണല്ലോ. ഇപ്രകാരം ചേരിപ്പോരുകൾ നടത്തുമ്പോൾ സഭയിൽ വിഭാഗീയത വളരുകയല്ലാതെ സഭ വളരുന്നില്ല എന്ന സത്യം പൗലോസ് കൊരിന്തിലെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഇവിടെ നേതാക്കന്മാരായി കാലാകാലങ്ങളിൽ ഓരോ സഭയിലും എത്തുന്നവർ അവരുടെ മുൻഗാമികൾ ചെയ്തിട്ട് പോയ ശുശ്രൂഷയുടെ തുടർ ശുശ്രൂഷ ചെയ്യുന്ന സാധാരണ ജോലിക്കാർ മാത്രമാണ്. ഗ്രൂപ്പ് വഴക്കുകൾ മൂർച്ഛിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ വിഭജിക്കപ്പെടുകയും ക്രിസ്തു തന്നെ വിഭാഗിക്കപ്പെടുകയും സഭയുടെ വളർച്ച മുരടിക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില സത്യങ്ങൾ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ് ഈ വാചകത്തിൽ. 1, സഭ ദൈവത്തിൻ്റെ വകയാണ്, നേതാക്കന്മാരുടേതല്ല. കൊരിന്തിലെ ദൈവസഭയ്ക്ക് എന്ന് പറഞ്ഞാണ് കൊരിന്ത്യ ലേഖനം പൗലോസ് ശ്ലീഹ ആരംഭിക്കുന്നത് തന്നെ, അല്ലാതെ കൊരിന്തിലെ സഭയ്ക്ക് എന്ന് പറഞ്ഞല്ല. അതിൻ്റെ അർത്ഥം സഭ ദൈവത്തിൻ്റെ വകയാണെന്നും ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നും ദൈവത്തിൻ്റെ ഭവനമാണെന്നുമുള്ള ബോധ്യത്തിൽ എല്ലാവരും സഭയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അല്ലാതെ നേതാക്കന്മാർക്ക് വേണ്ടിയോ അവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയോ ആരും സഭയെ സ്നേഹിക്കരുത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരും സഭയെ മുറിപ്പെടുത്തരുത്. അത് ദൈവത്തിന് വരുത്തുന്ന മുറിവാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഈ ഇന്നത്തെ സഭയുടെ പശ്ചാത്തലത്തിലും വളരെയേറെ പ്രസക്തമാണല്ലോ ഈ സന്ദേശം. 2, പൗലോസ് ശ്ലീഹ പറയുന്നു, ഞങ്ങളെ അഥവാ നേതാക്കന്മാരെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവിക രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരും മാത്രമായി എല്ലാവരും എണ്ണിക്കൊള്ളണം. 1 കൊരിന്ത്യർ 4-1 ഞങ്ങളെ ഒരിക്കലും ക്രിസ്തുവിന് സമന്മാരായി നിങ്ങൾ കാണരുത്. പൗലോസ് നിങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടിട്ടില്ല. പൗലോസിന്റെ നാമത്തിൽ നിങ്ങളാരും സ്നാനമേറ്റിട്ടില്ല. ഞങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാർ മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നിങ്ങൾ സ്നാനമേറ്റത്. ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി കുരിശിൽ യാഗമായി തീർന്നത്. ക്രിസ്തുവിൻ്റെ അതുല്യമായ സ്ഥാനത്തിന് തുല്യമായി സഭയിലെ നേതാക്കന്മാരെ കാണുന്നതാണ് ഇന്നും സഭ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. കൊരിന്തിൽ ഉണ്ടായിരുന്ന 4 ഗ്രൂപ്പുകളിൽ 1 ക്രിസ്തുവിൻ്റെ പേരിലാണ്. പൗലോസിനും അപ്പല്ലോസിനും കേഫാവിനും സമമായി ക്രിസ്തുവിനെ അവർ തുലനപ്പെടുത്തി. സഭയുടെയും സമൂഹത്തിൻ്റെയും നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട സത്യം കൂടെയാണ് പൗലോസ് ശ്ലീഹ ഇവിടെ വെളിപ്പെടുത്തുന്നത്. സ്തുതിപാഠകന്മാരെ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് ആരിലേക്കാണോ നാം ശരിയായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അവങ്കിലേക്ക് അനുയായികളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുവാൻ നേതാക്കന്മാർക്ക് കഴിഞ്ഞിരിക്കണം. 3, ഏത് പ്രവൃത്തിക്കും ഒരു ഫലപ്രാപ്തിയുടെ പൂർത്തീകരണമുണ്ട്. അവിടെയാണ് ആ പ്രവൃത്തിയുടെ വിജയപരാജയങ്ങൾ നിർണയിക്കപ്പെടുന്നത്. പ്രാരംഭവും വളർച്ചയുടെ പരിചരണങ്ങളുമെല്ലാം എത്ര കേമമായിരുന്നാലും ഫലപ്രാപ്തി ശൂന്യമായാൽ എല്ലാം നിഷ്ഫലമായേ വിലയിരുത്തുകയുള്ളൂ. അവിടെയാണ് പൗലോസ് ശ്ലീഹയുടെ ഈ വാചകം നാം മനസ്സിലാക്കേണ്ടത്. നടുന്നത് ഒരുവൻ, നനയ്ക്കുന്നത് മറ്റൊരുവൻ, വളരുമാറാക്കുന്നതോ ദൈവമത്രേ. ഇവിടെ സുവിശേഷീകരണം ആണ് വിഷയമെങ്കിലും ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാന തത്വം തന്നെയാണ് ഇവിടെ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. ഏത് പ്രവൃത്തിയുടെയും ഫലം തരുന്ന പൂർത്തീകരണം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൃപയുമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, അവർക്ക് ഫലം കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണ്. ആ ഒരു ബോധത്തോടുകൂടിയാണ് അവർ പഠിക്കുന്നതെങ്കിൽ അവരുടെ പഠനം വിജയകരമാകും. അല്ലാത്ത പക്ഷം അത് അവതാളത്തിലുമാകും. മരുന്ന് കഴിക്കുന്ന രോഗിക്ക് സൗഖ്യം നൽകുന്നത് മരുന്നിൻ്റെ ശക്തിയേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയാണെന്ന് 90% ഡോക്ടർമാർ പോലും ഇന്ന് വിശ്വസിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ജീവിതത്തിൽ എത്ര വർഷം വരെ ജീവിച്ചാലും നല്ല ശുഭകരമായൊരു അന്ത്യം ലഭിക്കുന്നില്ല എങ്കിൽ ഗർഭം അലസിപ്പോയ പിണ്ടം പോലെ എന്ന് സഭാപ്രസംഗി 6-3 ജ്ഞാനിയായ ശലോമോൻ പറയുന്നു. ആകയാൽ നട്ടവനോ നനച്ചവനോ അഥവാ ഒരു പ്രവൃത്തി ആരംഭിച്ചവനോ അതിനെ പരിചരിച്ച് വളർത്തിയവനോ
അതിൽ അഹങ്കരിച്ച് സ്വയം പുകഴ്ചയ്ക്ക് ശ്രമിക്കരുത്. നടുകയും നനയ്ക്കുകയും ചെയ്യേണ്ടത് ആവശ്യവും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ്. എങ്കിൽ തന്നെയും അതിനെ വളരുമാറാക്കുന്നതും ഫലം തരുന്നതും ദൈവമാണെന്നുള്ള ബോധ്യം എല്ലാവരിലും ഉണ്ടാകണം. ആ ബോധത്തോടെ ദൈവസന്നിധിയിൽ വിനയാന്വിതരാകുന്നവരുടെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ മുതൽ അതിന് ഫലം തരുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനവും തുടർന്നുകൊണ്ടേയിരിക്കും. ആകയാൽ നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ ആണെന്നുള്ള ബോധം പൗലോസ്ലീഹായെ പോലെ എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.